കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുവാറോടണങ്ങിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുവാറോടണങ്ങിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാഥൻ പേർക്കായി സേവ ചെയ്യതാൽ അവൻ എന്നെ മാനിക്കുവാനായി നാഥൻ പേർക്കായി സേവ ചെയ്യതാൽ അവൻ എന്നെ മാനിക്കുവാനായി തരുവോരോ ബഹുമാനങ്ങൾ വിളകി കിരീടങ്ങളായി തരുവോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനുണ്ട് ഉത്തമീരന്മാർ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനുണ്ട് ഉത്തമീരന്മാർ വിടകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വിടകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തതോ പുതുശാലേ നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തതോ പുതുശാലേ നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി വരനോടു കൂടെ വാഴുമേ സദാകാലം ഞാൻ മണവാട്ടിയായി വരനോടു കൂടെ വാഴുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ 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 യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ
യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ ഈ ക്ഷോണിതരത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനേ ഈ ക്ഷോണിതരത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനേ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ രോഗശയ്യയിലെനിക്കു സഹായകനും കാലഗീതവുമവൻ രോഗശയ്യയിലെനിക്കു സഹായകനും കാലഗീതവുമവൻ ദിവ്യ ഔഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്വ അവകാശം ഞാനും പ്രാപിപ്പാൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്വ അവകാശം ഞാനും പ്രാപിപ്പാൻ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നെ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ള തുള്ളുന്നേ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ള തുള്ളുന്നേ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാടിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. കാലത്തുമാശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റതല്ലതൻ കുഞ്ഞിനെ മറന്നിടും കഥൻ, മാറ്റം ഭവിക്കാത്തവൻ. പെറ്റതല്ലതൻ കുഞ്ഞിനെ മറന്നിടും കഥൻ, മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. കരത്താവൻ സാഗര ജലമെല്ലാം അടക്കുന്ന തിരുക്കരത്താവൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുതേടും യാഹവത്താൻ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തും പ്രിയതൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നെ. ഉള്ളം കലങ്ങുന്ന നേരത്തും പ്രിയതൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നെ. ഉള്ളം കലത്തെ മറച്ചവനോർമ്മിക്കദേശത്താൽ എന്നോടെ ആശ്വാസകൻ. ഉള്ളം കലത്തെ മറച്ചവനോർമ്മിക്കദേശത്താൽ എന്നോടെ ആശ്വാസകൻ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. വിശ്വാസത്തോടെ കരങ്ങളടിച്ച്
വിശ്വാസത്തോടെ നിന്റെ ശബ്ദമൊക്കെ ഒന്ന് ഉയരട്ടെ. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കണ്ട, മറിച്ച് കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഹല്ലേലൂയ, കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെ ഓർത്താട്ട് എന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഇത്രയും മാസങ്ങളായിട്ട് ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുകയാണമ്മ, ചില കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ കർത്താവ് പറയാണ് ഹല്ലേലൂയ, 6 ദിവസം കൊണ്ട് കർത്താവിന് ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ വരുന്ന ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി കർത്താവ് വലിയ ചെയ്യാനായിട്ട് സാധിക്കും. വിശ്വാസം കൈവിടാതെ ഒന്ന് കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചാണ് അന്യഭാഷയിൽ ഹല്ലേലൂയ നിങ്ങളുടെ ശബ്ദം ഉയർത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പത്രോസിന് ഹല്ലേലൂയ വെളിപ്പെട്ട ദൈവം, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ പത്രോസിന്റെ കർത്താവ് വെളിപ്പെട്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ഒരു ദൈവം ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. ആമേൻ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah, hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Thank you, Father. Hallelujah, 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 hallelujah. കർത്താവ് പറയുന്നത് hallelujah, I can do a lot of things in the next few days. ഈ കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് 7 മാസം പിന്നിട്ടിരിക്കുകയാണ് ഈ വർഷത്തിൽ. കർത്താവ് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ആലോചിക്കുമായിരിക്കും, ഞാനൊന്നും ഇത്രയും നാളായിട്ട് 7 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചില വിഷയങ്ങൾക്കൊന്നും ഒരു ഉത്തരം കിട്ടിയില്ലല്ലോ, ചില വിഷയങ്ങൾക്കൊന്നും ഒരു ഉത്തരം ഇതുവരെ കർത്താവെ എനിക്ക് കിട്ടിയില്ലല്ലോ. പക്ഷേ കർത്താവ് പറയാണ്, ഈ ഭൂമി സൃഷ്ടിച്ചത് 6 days കൊണ്ടാണ്, 6 ദിവസം കൊണ്ടാണ് കർത്താവിന് ചെയ്യാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ. വചനം, ഇറ്റ് ഈസ് എ സീസൺ. ഇറ്റ് ഈസ് എ സീസൺ. ഈ ഒരു സീസൺ മാറാൻ പോവുകയാണ്. ആമേൻ ഹല്ലേലൂയ. ദാവീദ് തുടങ്ങിയത് ഒരു ഇടയനായിട്ടാണ്. ആദ്യത്തെ സീസണിൽ ദാവീദ് ഒരു ഇടയനായിരുന്നു. പക്ഷെ രണ്ടാമത്തെ സീസൺ ആരായിരുന്നു? ദാവീദ് ഒരു രാജാവായിരുന്നു. ആമേൻ ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങളുടെ മുന്നിൽ ഹല്ലേലൂയ ദാവീദിന് ചെയ്തതുപോലെ ഹല്ലേലൂയ ദാവീദിന് ദൈവം ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. ആമേൻ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ ഏറ്റെടുക്കാമോ? വിശ്വസിക്കുന്നവരെന്ന് പകൽക്കാലം ഒന്ന് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ. ദാവീദിന് ചെയ്ത ദൈവം, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ദൈവം ഹല്ലേലൂയ, ഹി ഈസ് ഇൻ ടൈം. ആമേൻ ഹല്ലേലൂയ. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. ആമേൻ ഹല്ലേലൂയ. നീ വിചാരിക്കുമായിരിക്കും നിന്നെ ലിമിറ്റ് ചെയ്യുന്ന ചിന്തകൾ എന്നുണ്ടെങ്കിൽ ആ ചിന്തകളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവസന്നിധിയിൽ. ഇന്ന് പകൽക്കാലം ആ ചിന്തകളൊന്ന് താഴ്ത്തി സമർപ്പിക്കുക. ആ റൂത്ത് തുടങ്ങിയപ്പോൾ റൂത്തിന് ആ ഫീൽഡ് ആദ്യമേ അവിടുത്തെ ഒരു വർക്കറായിരുന്നു. ആമേൻ ഹല്ലേലൂയ. then she became an owner of that field. ആമേൻ ഹല്ലേലൂയ. അപ്രകാരമെങ്കിൽ ഹല്ലേലൂയ നീ ഇന്ന് നീയൊക്കെ ഈ വരാൻ പോകുന്ന 3-4 മാസം കൊണ്ട് നീ വിചാരിക്കുന്നേക്കാട്ടിലും നിനക്കുന്നേക്കാട്ടിലും അപ്പുറം കർത്താവ് ചെയ്യാൻ പോകണം. റോമർ 8:28 പറയുന്നത് എന്തോ പറയുന്നത് റോമർ 8:28 എന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലത്തിലും ഒന്ന് പറഞ്ഞാട്ടെ, സകലത്തിലും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആമേൻ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ വരാൻ പോകുന്ന 4 മാസങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ചിന്തകൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ചിന്തകൾ, നമ്മളെ ചിന്തകളെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവസന്നിധി ഇരുന്നപ്പോൾ ദൈവം പറഞ്ഞു, നമ്മൾ വീടൊക്കെ പൂട്ടുമ്പോൾ നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വീട് പൂട്ടി നമ്മൾ വെളിയിൽ ഇറങ്ങിപ്പോകും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സാധനം ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അല്ലേ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി. നമ്മൾ ചിലവരൊക്കെ സ്റ്റീൽ ഡോറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കർത്താവ് പറയാണ്, അപ്രകാരം നമ്മുടെ മൈൻഡിൻ്റെ അകത്ത് ചിലത് കയറാതിരിക്കാനായിട്ട് ചില സ്റ്റീൽ ഡോറുകൾ ഇട്ട് പൂട്ടണം. ദിസ് ഇസ് വാട്ട് ഗോഡ് ഇസ് ടോക്കിംഗ് ടു മീ. അപ്രകാരം നമ്മുടെ മൈൻഡിനെ ഒന്ന് ട്രെയിൻ ചെയ്യണം. ആവശ്യമില്ലാത്ത നമ്മുടെ മൈൻഡിലോട്ട് കയറല്ല. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാൻ കാണാൻ പാടില്ല. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. ആമേൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. ലോർഡ്, മൈ മൈൻഡ്, എന്നെ ലിമിറ്റ് ചെയ്യുന്ന ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് ചെയ്യുന്ന ചിന്തകളൊക്കെ യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ കൊണ്ട്. ആമേൻ ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് നീ വിചാരിക്കുന്ന വേൾഡ് നടക്കും. ആമേൻ ഹല്ലേലൂയ. നിന്റെ സൗഖ്യം നടക്കും. നിന്റെ കടഭാരങ്ങൾ മാറും. ആമേൻ ഹല്ലേലൂയ. നീ വിശ്വസിക്കുക, ഇന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. You have to think beyond what you can think. നിന്റെ കപ്പലിൽ കർത്താവുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
താങ്ക് യു ജീസസ്. നിൻ വിശുദ്ധിയിലമ്മ, നിന്റെ വിശുദ്ധിയിൽ അപ്പാ, നിന്റെ വിശുദ്ധിയിൽ ഓ ഹല്ലേലൂയ ഞങ്ങളൊന്ന് കാണണേ അപ്പാ. ഹല്ലേലൂയ. നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മളെ തന്നെ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു പോലെ നമ്മൾ അടുത്ത ഗാനം പാടുമ്പോൾ മുട്ടുകളെ മടക്കി കഴിവുള്ളവരൊക്കെ ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധി താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. More of you, Lord. Thank you, Lord. നിൻ വിശുദ്ധിയിലേക്കു ഞാൻ വരുന്നു, കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ അങ്ങേ ഞാൻ ആരാധിച്ചിടും. സർവശക്തനാം യേശുവേ, നിൻ വിശുദ്ധിയിലേക്കു ഞാൻ വരുന്നു, കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ ഹോ അങ്ങ് ഞാൻ ആരാധിച്ചിടും. സർവശക്തനാം യേശുവേ, അങ്ങേ ആരാധിക്കും ഞാൻ, ആരാധിക്കും അങ്ങേ ആരാധിക്കും ഞാൻ, ആരാധിക്കും. യേശുവേ നീ പരിശുദ്ധൻ, ഓ പരിശുദ്ധൻ എന്നും. ഓ യേശുവേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്നും. നിൻ വിശുദ്ധിയാൽ നിറഞ്ഞിടുന്നു ഞാൻ, നിൻ വചനത്താൽ
Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. അപ്പാ നീ ഞങ്ങളെ തൊട്ടനായിട്ട് സ്തോത്രം അപ്പാ. സ്വർഗത്തിന്റെ വേത്താം ക്രിസ്ത്യൻ സുവിശേഷം ആത്മമാരിനെയും ദൈവം കൃപ ചെയ്യും താരം കൊയ്ത്തിനെയും തക്ക കാലത്തിൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടോ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ നാം സ്നേഹത്തിനധ്വാനം ഓരോ നാളും വ്യർത്ഥമല്ലയാകയാൽ എന്നും പ്രാർത്ഥിച്ചേടി വേലയിൽ നിന്നേടി മൃത്യുനരച്ചേടി കണ്ണുനീരിനാൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ ചെയ്തുക നാം വർദ്ധനേയ ദൈവം നൽകും സർവനേരം തന്മശക്തിയാൽ വേനൽക്കാലം വർഷം കാറ്റു ശീതമോഷ്ണം ചെയ്യും ദൈവ ഇഷ്ടം ഭൂമി നിൽക്കും നാൾ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ ഇത് ചെയ്യുക നാം തടസ്സമനേകം സത്യം കൊണ്ടെന്നാലും നന്മയാകുക തളർന്നു പോകാതെ സ്നേഹവും വിടാതെ നിൽക്ക ക്ഷീണിക്കാതെ ക്രിസ്തൻ ശക്തിയിൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ വീതച്ചിടുക നാം വീതയ്ക്കുന്ന കാലം അവസാനിച്ചിടൂ എത്ര വേഗത്തിൽ ഇപ്പോൾ വീതയ്ക്കാതെ ഇരുന്നാൾ കൊയ്യാതെ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ വീതച്ചിടുക നാം ദിവ്യ സമാധാനം മൂളച്ചിടുവോളം ശൂന്യദേശത്തിൽ മരുഭൂമി കാണും ഉത്സവം കൊണ്ടാടും പർവ്വതങ്ങൾ പാടും ദൈവ തേജസ് കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടൂ. സ്തോത്രം. ആമേൻ. എല്ലാവരും ക്ഷേമമായി സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. എല്ലാവരും ഒരു ആമേനൊക്കെ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലെ പലർക്കും ശാരീരികമായ പ്രയാസങ്ങൾ നേരിട്ടെന്ന് കേൾക്കാനിടയായി. ഞങ്ങൾക്കും ചില ശാരീരികമായ പ്രയാസങ്ങളുണ്ടായിരുന്നു, പനിയുടെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം കർത്താവ് ബലം നൽകി അനേകരെ സൗഖ്യമാക്കി. ആമേൻ. അനേകരെ ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തരെ കാണുമ്പോൾ കർത്താവെ ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ ഓർക്കുകയാണ്. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമാധാനം നമ്മളെല്ലാം ഭരിക്കട്ടെ. ദൈവത്തിൻ്റെ സൗഖ്യം നമ്മുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സകലത്തിലും ശുഭവും സുഖവുമായി തീരട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൽ എല്ലാ വൈറസുകളൊക്കെ മാറിപ്പോകട്ടെ. ഓ, ദൈവത്തിൻ്റെ സഭയുടെ മേൽ വലിയ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ.
കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വയനാട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ നന്നായിരിക്കുമെന്ന് അവിടുത്തെ ദൈവദാസൻ വിളിച്ചറിയിക്കാൻ ഇടയായി തീർന്നു. നമുക്ക് 2 ട്രൈബൽ ചർച്ചസാണ് ഉള്ളത്. ആ ഭാഗങ്ങളിൽ ഈ ഉരുൾപൊട്ടൽ വിഷയം ഉണ്ടായില്ല. ഏകദേശം അവരുടെ അവിടെ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. എങ്കിലും നമ്മുടെ ഒരു ട്രൈബൽ ചർച്ചിൻ്റെ കുടുംബങ്ങളെല്ലാം മാറ്റി പാർപ്പിച്ചായിരുന്നു. ഇപ്പോഴും അവർ തിരിച്ച് വന്നിട്ടില്ല. അടുത്ത ആഴ്ചയിലേക്ക്, വരുന്ന ആഴ്ചയിൽ തിരിച്ചു വരും. അപ്പോൾ ദേവദാസൻ പറഞ്ഞു എല്ലാവരും ക്ഷേമമായിട്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ചോദിച്ചു, എന്തുവാ ദേവദാസൻ ഇപ്പോൾ വയനാട് നമ്മളെ ചർച്ചയായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇപ്പോൾ അവിടെ ഗവൺമെൻറ് പല കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ച് ദിവസം കഴിയുമ്പം ബാക്കിയെല്ലാം നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനൊരു അവസരം വരുമെന്ന് പറഞ്ഞു. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം അർഹരായ എല്ലാവർക്കും കിട്ടാനും ഒന്നും ഈ സർക്കാരിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞേക്കുന്ന സഭ അതോറിറ്റീസിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അധികാരികൾക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുമ്പോൾ അധികാരികൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല, ദൈവേഷ്ടം ചെയ്യാൻ അവർ നിർബന്ധിതരായിത്തീരും. മനസ്സിലായിരുന്നു? സ്തോത്രം ചെയ്താട്ടെ. എത്രമാത്രം ദൈവമക്കൾ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ രീതിയിൽ പ്രവർത്തിച്ച് ദൈവഹിതം ചെയ്യാൻ ഇടയാക്കി തീർക്കും. അതാണ് നടക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ ദൈവം എന്തിനാണ് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? സ്തോത്രം. ദൈവസഭ എന്തിനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി. ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് 1-2 വചനങ്ങൾ ഇന്ന് അതിനുവേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ഒന്ന് വായിച്ചേട്ടെ. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 14-15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് പറഞ്ഞ ജീവനുള്ള ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞേ. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ സഭ, സത്യത്തിൻ്റെ തൂണാണ് ദൈവസഭ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മനുഷ്യനോട് അറിയിക്കാനുള്ള സത്യങ്ങളെല്ലാം മനുഷ്യനോട് അറിയിക്കാൻ വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് ദൈവത്തിൻ്റെ സഭ. ഈ ദൈവത്തിൻ്റെ സത്യങ്ങൾ സമൂഹത്തെ അറിയിക്കാൻ യേശു മാത്രം വഴി, രക്ഷ. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മനുഷ്യന് രക്ഷയില്ല എന്നുള്ള സത്യം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ സഭയിൽ കൂടെയാണ് സത്യങ്ങൾ പുറത്തു വരേണ്ടത്. ആമേൻ. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. ഈ സത്യം നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം അറിയണം, രക്ഷിക്കപ്പെടണം. നമ്മുടെ സമൂഹത്തിലുള്ളവർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സമൂഹത്തിലുള്ളവർ, നമ്മുടെ സ്നേഹിതരെല്ലാം ഈ സത്യം കേട്ട് രക്ഷ പ്രാപിക്കണം. എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. അതായിരിക്കണം നമ്മൾ അറിഞ്ഞു, അതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ സന്തോഷമുണ്ടായൊരു കാര്യം, എൻ്റെ കസിൻസൊക്കെ രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെടുന്നു, സഭകളിൽ പോകുന്നത് കേൾക്കുമ്പോൾ എത്രയോ സന്തോഷം ഹൃദയത്തിലുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് 20-30 വർഷം മുമ്പ് ഈ കർത്താവിലേക്ക് വന്നപ്പോൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഭവനത്തിൽ ആരുമില്ലായിരുന്നു വിശ്വാസികൾ. എൻ്റെ അമ്മ ആദ്യം ഇറങ്ങി, അതിനുശേഷം എൻ്റെ ഫാദർ സമർപ്പിച്ചു. എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, എൻ്റെ ഫാദർ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്.
അമ്മി രാത്രിയിൽ വചനം പറഞ്ഞു കൊടുക്കും. പപ്പ സ്വീകരിച്ചു, കേട്ടു. ആദ്യം അമ്മി സ്നാനപ്പെട്ടു, പിന്നെ പപ്പ സ്നാനപ്പെട്ടു. അതിനുശേഷം 3 മക്കൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് സ്നാനപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ, ആമേൻ. അതിനുശേഷം മമ്മിയുടെ സഹോദരന്മാർ 4 പേരുണ്ട്. സ്തോത്രം. പപ്പായ്ക്ക് 2 സഹോദരന്മാരുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ മമ്മിയുടെ കുടുംബങ്ങളിലുള്ള എല്ലാ കസിൻസും സ്നാനപ്പെടാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പപ്പായുടെ ബ്രദേഴ്സ്, അവരുടെ മക്കള് ദൈവത്തിൻ്റെ കൃപയാൽ ചില മക്കൾ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ഉപ്പപ്പന്മാരൊക്കെ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിൽ. ആമേൻ. നീ ഒരാൾ ഇറങ്ങിയാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യമാണ്. എൻ്റെ ദൈവത്താൽ സകലവും സാധ്യമാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. ദൈവമക്കളായ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മടുത്തു പോകരുത്, വിട്ടുകൊടുക്കരുത്. ചില വർഷങ്ങൾ കഴിഞ്ഞാലും സ്ഥാനപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ എല്ലാവരും ദൈവകൃപയിൽ വരുമെന്ന് വിശ്വസിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നടക്കുന്നിടം വരെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് സാധ്യമാക്കി തീർക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന് വില കൊടുക്കേണ്ടി വരും. ആദ്യമൊക്കെ ഇറങ്ങിയവർക്കാണ് വില. എൻ്റെ അമ്മയും അയ്യോ എന്തോരം വേദനയിലൂടെ അപ്പനും അമ്മയും കടന്നുപോയി. മക്കളായ ഞങ്ങൾ പോലും എന്തോരം പരിഹസിച്ചു. ഞാനൊക്കെ എന്തോരം പരിഹസിച്ചു, നിന്ദിച്ചു. പക്ഷേ സ്തോത്രം, വിട്ടുകൊടുത്തില്ല. ആരും ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതുകൊണ്ട് തലമുറകൾ രക്ഷിക്കപ്പെട്ടു. കുടുംബം മുഴുവൻ കർത്താവിലേക്ക് വരുവാൻ ദൈവമിടയാക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഒന്നിലും പ്രയാസപ്പെടരുത്. ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നീ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കും. ഒറ്റയ്ക്കല്ല, നിന്റെ കുടുംബത്തിലുള്ളവർ സ്ഥാനപ്പെടാൻ പോവുകയാണ്. നമ്മളെ ചലഞ്ച് ചെയ്യണോ അത്? ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ, മടുത്തു പോകാതിരുന്നാൽ മതി. ആമേൻ. ദൈവം ചെയ്യും. വിതയ്ക്കാൻ ഒരു കാലമുണ്ട്, കൊയ്യാൻ ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. അല്ലേ? വിതച്ചിടുക, നമ്മൾ പാട്ട് പാടി അല്ലേ? വിതയ്ക്കുക, കൊയ്യുന്ന ഒരു സമയം വരുന്നുണ്ട്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ചിലത് കൊയ്യുന്നത്. സ്തോത്രം. അപ്പോൾ കൊയ്യും. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ച്, 16-ാം അധ്യായത്തിൽ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ആരെ കൊണ്ടാണ് കർത്താവ് പണിയുന്നതെന്നറിയാവോ? ശിഷ്യന്മാരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ മറ്റുള്ളവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു ചോദിച്ചു. കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ കാഴ്ചപ്പാട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവ്. ഹല്ലേലൂയ. ഈ വെളിപ്പാടുള്ളവരെ കൊണ്ട് കർത്താവിന് സഭ പണിയാൻ കഴിയത്തുള്ളൂ. അവരിവരും പറയുന്നതിനെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് ഈ സമൂഹത്തിനെല്ലാം ഓരോ കാഴ്ചപ്പാടുണ്ട്. അവരെ കൊണ്ടൊന്നും സഭ പണിയാൻ കഴിയത്തില്ല. യേശുവിനെ കുറിച്ച് ഈ ലോകത്തിലെ ഓരോരുത്തരടുത്ത് ചോദിച്ചു നോക്കി എന്ത് പറയുന്നു? എല്ലാവരും കുറേ പേര് നല്ല കാര്യങ്ങൾ പറയും,
നല്ല നല്ല ചിലർ കേട്ടിട്ട് കാണത്തില്ല, അറിയത്തില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം അറിയത്തോലുമില്ല. ഞങ്ങളുടെ നിയോജക മണ്ഡലമൊന്നും അങ്ങനെ ആടില്ലെന്ന് പറയും. ഞങ്ങൾ ഈയിടെ നേപ്പാളിൽ പോയപ്പോൾ ഞങ്ങൾ കേട്ടിട്ടില്ല സംഭവം, ആൾക്കാർ പറയും. പക്ഷേ ചിലർ നല്ല നല്ല മനുഷ്യനാണെന്ന് പറയും. അവരെ കൊണ്ടൊന്നും കർത്താവിൻ്റെ സഭ പണിയിക്കത്തില്ല. നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? സ്തോത്രം. ഈ വെളിപ്പ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, രക്ഷിക്കാൻ അഭിഷക്തൻ, രക്ഷകൻ, സേവിയർ, നിത്യജീവൻ കൊടുക്കുന്നവൻ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവർക്ക്, അവർക്ക് മാത്രമേ കർത്താവിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. കർത്താവ് അവരിൽ കൂടെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള കൂട്ടമാണ് എന്ത്? സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിൽ കൂടെ, സഭയിൽ കൂടെയാണ് കർത്താവ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയാവോ? ഞാനെൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഞാനെൻ്റെ സഭയെ പണിയുമെന്ന് പറയുന്നത് അവിടെ ആ എക്ലീസിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ഗവൺമെൻറ്റാണ്. കർത്താവിൻ്റെ ഗവൺമെൻറ്, കർത്താവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ ചെയ്യുന്നത് ദൈവസഭയിൽ കൂടെയാണ്. കർത്താവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടപ്പാക്കുന്നത് ദൈവത്തിൻ്റെ സഭയിൽ കൂടെയാണ്. കർത്താവിൻ്റെ സമാധാനവും കർത്താവിൻ്റെ രക്ഷയും കർത്താവിൽ കൂടെയുള്ള ജീവനും നിത്യജീവനും പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആ സന്ദേശവും ഈ സമൂഹത്തിന് കൈമാറാൻ ദൈവം വച്ചിരിക്കുന്ന സമൂഹമാണ് എന്ത്? സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചേക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ദൈവത്തിൻ്റെ ഭരണം ഇനി കൊച്ചിയിലും കേരളത്തിലും ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും സ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവസഭയിൽ കൂടെ. യേശുവിനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉറച്ചു നിന്ന് കർത്താവിൻ്റെ ശബ്ദമായി തീർന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ദൈവസഭ കർത്താവിനോടൊപ്പം ഇവിടെ പണിയപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് കൂടി വന്നേക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ദൈവഹിതം നമ്മളിൽ കൂടെ ഈ പട്ടണത്തിൽ നിറവേറണം. ആമേൻ, ഹല്ലേലൂയ. നമ്മളൊരു രൂപാന്തരപ്പെട്ട ഒരു സമൂഹമായിട്ട് ജീവിച്ചിട്ട് മാത്രം കാര്യമില്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ രൂപാന്തരപ്പെട്ടേക്കുന്നത്? ഞാൻ പണ്ട് ഇങ്ങനെ കള്ളം പറയുമായിരുന്നു, ഇപ്പോൾ ഞാൻ കള്ളം പറയത്തില്ല. രൂപാന്തരപ്പെട്ടു. സ്തോത്രം. ഈ രൂപാന്തരം ഉണ്ടായതുകൊണ്ട് സമൂഹത്തിന് എന്താണ് വ്യത്യാസം ഉണ്ടാകേണ്ടത്? ഉണ്ടാകണം. ആമേൻ. നമ്മളൊരു രൂപാന്തരപ്പെട്ട ഒരു സമൂഹമായിട്ട് നിൽക്കാൻ മാത്രമല്ല, നമ്മൾ ഈ പട്ടണത്തെ സ്വാധീനിക്കുന്നവരായി മാറണം. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. നിന്റെ വീട്ടിൽ നീ രക്ഷിക്കപ്പെട്ടു, പക്ഷെ നിന്റെ വീട്ടിൽ നീ ഒരു സ്വാധീനമായി മാറണം. നിന്റെ കുടുംബത്തിൽ നീ ഒരു സ്വാധീനമായി മാറണം. നിന്റെ സമൂഹത്തിൽ നീ ഒരു സ്വാധീനമായി മാറണം. നിന്റെ കൂട്ടുകാരിൽ നീ ഒരു സ്വാധീനമായി മാറണം. നിന്റെ ഓഫീസിൽ നീ ഒരു സ്വാധീനമായി മാറണം. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് ആരെങ്കിലും അറിയുപോലും ചെയ്യുമോ? ഹല്ലേലൂയ. അല്ലേ? നമ്മൾ അപ്പം ഈ ഒരു വളർച്ചയാണ് നമുക്കുണ്ടാകേണ്ടത്. എന്താണ്? മെച്യൂർ സൺസിലേക്ക് നമ്മൾ മാറണം. ഒരു മകൻ മാത്രമല്ല, കർത്താവിനെ കൈക്കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. യേശുവിനെ സ്വീകരിച്ച് കൈക്കൊണ്ട് കഴിയുമ്പോൾ മക്കളായിത്തീരുന്നു. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ചൈൽഡ് നിന്ന് വളർച്ച പ്രാപിച്ച് പക്വതയുള്ള മെച്യൂർ സൺസായിട്ട് മാറണം. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മൾ മാറിയത് കൊണ്ട് സമൂഹത്തിന് മാറ്റമില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ മാറ്റം കൊണ്ട് ദൈവത്തിന് എന്താണ്? സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ മാറിയിട്ട് എൻ്റെ കൂട്ടുകാരെ എനിക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ മാറ്റം കൊണ്ട് ദൈവത്തിന് എന്താണ്? ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? ഹലോ, ചിന്തിക്കണം. എൻ്റെ മാറ്റം കൊണ്ട് എൻ്റെ കുടുംബത്തിനകത്ത് മാറ്റം ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം എൻ്റെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ പഴയ സുഹൃത്തുക്കളെ ഫോൺ വിളിക്കേണ്ട ഒരു ആവശ്യം വന്നു. ഒരു ഞായറാഴ്ചയായിരുന്നു.
അപ്പോൾ ഞായറാഴ്ച ഫോൺ വിളിച്ചപ്പോൾ സ്തോത്രം, ആ സഹോദരൻ എടാ ഞങ്ങൾ നിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എടാ നമ്മുടെ കാര്യം 30 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഞങ്ങളുടെ പല കൂട്ടുകാരൻ്റെ നമ്മുടെ ദാസ്മാമൻ ഇവിടെ ഉണ്ട്, എഴുന്നേറ്റ് തന്നെ. ദാസ്മാമൻ വന്നിട്ട് ഇംഗ്ലീഷിൽ വന്നിട്ട് പോയില്ലേ. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ നമ്മുടെ കൂട്ടുകാർ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങണം ഇന്ന്. ആമേൻ. ഹല്ലേലൂയ. ചില വർഷങ്ങൾ, 1 വർഷം മുമ്പോ 2 വർഷം മുമ്പാണ് ഇവിടുത്തെ ACP സിറ്റി പോലീസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. നേരെ ഓഫീസിൽ ചെന്നു. സ്തോത്രം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എടാ സ്തോത്രം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്നെ വീട്ടിൽ കയറത്തില്ല. സ്തോത്രം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എടാ കമ്മീഷണർ, എടാ നീയാണ് എന്നെ പഠിപ്പിച്ചത്. ഏതാ നല്ല കാര്യങ്ങൾ, ചില മോശം കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ ശരിയാക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. എടാ ചില വിഷയത്തിൽ നിന്ന് എനിക്ക് പുറത്ത് വരാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ എൻ്റെ കൂടെ നീ വന്നാൽ മതി, എല്ലാത്തിൽ നിന്ന് നീ പുറത്ത് വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചില ദുശീലങ്ങൾ മാറിയിട്ടില്ല. ചില പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ വരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു, എടാ നീ എൻ്റെ കൂടെ ഒരു 10 ദിവസം കൂടിയാൽ മതി, നിൻ്റെ എല്ലാ ദുശീലവും എൻ്റെ യേശു മാറ്റിത്തരും. ആമേൻ. അന്നേരം ട്രാൻസ്ഫർ അടിച്ചു പോയി. സ്തോത്രം. ഞാൻ പറയുന്നത്, നമ്മുടെ കൂടെ കൂടിയാൽ കൂടുന്നവർ മാറ്റം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, അയൽവാസികളുടെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഫ്രണ്ട്സ് ചെയ്യുന്നതല്ല നീ ചെയ്യാൻ പോകുന്നത്, നീ ചെയ്യുന്നത് നിൻ്റെ ഫ്രണ്ട്സ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു സ്വാധീനം ഉണ്ടാകാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. ഈ ഗോസ്പൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, നമ്മളിൽ കൂടെ സ്വാധീനം ചെലുത്തണം. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ദൈവസഭയിൽ കൂടിയാവണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ചർച്ച എന്ന് പറയുന്നത്, നമ്മൾ ഞായറാഴ്ച വന്നു കൂടി പ്രാർത്ഥിച്ചു, പാട്ടുപാടി, സ്തോത്രാഴ്ച ഇട്ടു, കത്രിമേശ കൂടി, കൈ കൊടുത്ത് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല സഭ. എന്നാൽ അതെല്ലാം ഇതിനകത്തുണ്ട്. ഏത്? പാട്ടുണ്ട്, സ്തോത്രാഴ്ചയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, തിരുമേശ എല്ലാം ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി മാത്രമല്ല സഭ. സഭ ഈ ഭൂമിയിൽ ദൈവം നിലനിൽക്കുന്നത് ഈ ഭൂമിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. പാപത്തിൽ നിന്ന് ജനം മാനസാന്തരപ്പെട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ദൈവസഭയെ ദൈവം ഈ പട്ടണത്തിൽ വെച്ചേക്കുന്നത്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു പ്രസ്ഥാനമല്ല സഭ. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥന നടക്കുകയില്ലാത്ത. സ്തോത്രം. അതിനുവേണ്ടി മാത്രമുള്ളൊരു കൂട്ടായ്മയല്ല സഭ. ഈ പട്ടണത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനും ഉള്ള ദൈവത്തിൻ്റെ ശരീരമാണ് സഭ. അത് മനസ്സിലായിരുന്നു. സ്തോത്രം ചെയ്താട്ടെ. ഈ ദൗത്യം ചെയ്യാൻ വെളിപ്പാടുള്ളവർക്ക് കഴിയത്തുള്ളൂ. യേശു എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് എന്നെ മാറ്റിയത്, അതിനുവേണ്ടി യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് വ്യക്തിപരമായ ഒരു റെവലേഷൻ, ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദൗത്യം ചെയ്യാൻ ഇടയാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വന്ന് കണ്ടു, കേട്ടു, കൈ കൊടുത്തു, പാട്ടുപാടി, സ്തോത്രം പറഞ്ഞ് ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാനും കല്യാണത്തിനും അടക്കവും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല സഭ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇതെല്ലാം ഇതിനകത്ത് നടക്കുന്ന കാര്യമാണ്. ആമേൻ. കൊച്ചിനെ ഡെഡിക്കേറ്റ് ചെയ്യുക, പിന്നെ കല്യാണം നടത്തി കൊടുക്കുക, അടക്കം നടത്തി കൊടുക്കുക, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രസ്ഥാനമല്ല സഭ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ സഭ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, നിലനിൽക്കുന്നത് എന്തിനാന്ന് പറയാൻ വേണ്ടിയാണോ? ഇരുട്ടിൽ നിന്നും മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി. അതാണ് ദൈവസഭയുടെ
ഏറ്റവും പരമപ്രധാനമായ ദർശനം, ദൗത്യം മനസ്സിലാക്കിയൊരു സ്തോത്രം ചെയ്താട്ടെ. അതിൽ നമ്മൾ എത്ര പേര് പങ്കാളികളാണ്? ആമേൻ. പങ്കാളികളല്ലാത്തവരെല്ലാം പങ്കാളികളാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവദാസന്മാരായ ഞങ്ങളുടെ ദൗത്യം. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, തകർച്ചയിൽ നിന്ന് വിടുതലിലേക്ക്, പാപത്തിൽ നിന്ന് പാപമോചനത്തിലേക്ക്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശരീരമാണ് സഭ. ഹല്ലേലൂയ. ഈ ദൗത്യത്തിൽ നമ്മൾ പങ്കാളികളാണ്. അത് എളുപ്പമല്ല സംഭവിക്കാൻ, അത് എളുപ്പമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, സാത്താൻ എന്തെങ്കിലും ഈ ഭൂമി ചെയ്യണമെങ്കിൽ മനുഷ്യർ വേണം, ശരിയല്ലേ? ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആര് വേണം? എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ടോ? സാത്താൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മനുഷ്യരുടെ കയ്യിലെടുത്താണ് ചെയ്യിപ്പിക്കുന്നത്. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യേണ്ട ആരെങ്കിലും കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്? ദൈവത്തിന് മുമ്പിൽ സറണ്ടേഡ് വില്ലിംഗ് ആയിട്ടുള്ള മനസ്സുള്ള, സമർപ്പണമുള്ള, വിശുദ്ധിയുള്ള, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന ആൾക്കാരിൽ കൂടിയാണ് ആര് ചെയ്യുന്നത്? അപ്പം ഈ പട്ടണത്തിൽ അനീതിയും അക്രമവും ആഭിചാരവും മന്ത്രവാദവും കൊലപാതകവും അശുദ്ധിയും മ്ലേച്ഛതയും വാഴുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സാത്താന് ഹിതം ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ടെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നവരൊന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഇതിനെ തടയാൻ ദൈവ ഇഷ്ടമുള്ള ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം ചെയ്താട്ടെ. ഇതിൻ്റെ തുലനം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏത് സൈഡായിരിക്കും കൂടുതൽ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ആമേൻ. സാത്താൻ്റെ ആജ്ഞ അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങൾ നിൽക്കുക. ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ വേണ്ടി ദൈവം ചോദിക്കുക, ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു എനിക്ക് ഇടിവിൽ നിൽക്കുവാൻ. ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല താനു എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇത്രയും പേരുണ്ടെങ്കിൽ എത്ര പേര് യേശുവിന് വേണ്ടി ഈ പട്ടണത്തിൽ പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ നാവായിട്ട് നിൽക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? ഇവിടെ കല്യാണവും അടക്കവും ഡെഡിക്കേഷൻ അല്ല സഭാഘട്ടോ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ചെയ്യും ഞങ്ങൾ, എല്ലാം ഉണ്ട്, പാർട്ടാണ്. പക്ഷേ ദൗത്യം എന്താണ്? വിസ അടിച്ച് അടുത്ത ജോലിക്ക് വേണ്ടി പോകാൻ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് യേശു. സ്തോത്രം. എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റാറ്റസ് മാറും. അതിനുവേണ്ടിയാണോ ചർച്ച്? ഇതെല്ലാം നടക്കും ഇതിൻ്റെ അകത്ത്. നമ്മുടെ അവസ്ഥ മാറുമോ? മാറും. അവസ്ഥ മാറിയവരെന്ത് കൈപൊക്കിക്കുക? എൻ്റെ 2 കൈ പൊക്കുക. സമാധാനമല്ല. ഞങ്ങളുടെ വീട്ടിൽ സമാധാനം വന്നു. കടം നിറഞ്ഞ വീട്ടിലെ കടം മാറി. ഓ, എത്ര ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്തു. പക്ഷെ അതിനു വേണ്ടിയാണോ കർത്താവ് എന്നെ രക്ഷിച്ച് നമ്മളെ രക്ഷിച്ച്? പറഞ്ഞ അല്ലാന്ന് പറ, ഉറക്കപ്പറ അല്ലാന്ന്. എന്നിട്ട് പറ, ഞാൻ ദൈവഹിതം ചെയ്യും. വാ തുറന്ന് ഉറക്ക പ്രഖ്യാപിക്ക്. യേശു എന്നോടൊപ്പം ഇങ്ങനെ പ്രഖ്യാപിക്കുക, യേശുവിൻ്റെ ഇഷ്ടം ഈ പട്ടണത്തിൽ, ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ, ഈ ലോകരാജ്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ വിടുതൽ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സാത്താൻ്റെ ഇഷ്ടം ചെയ്യാൻ ഇഷ്ടം പോലെ ലക്ഷങ്ങളുണ്ടെന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ കുറച്ച് പേരേ ഉള്ളൂ. അതാണ് നമ്മൾ നേരിടുന്ന ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഈ സ്ട്രഗിളൊന്നും ഒരു 10 പേരെ ഒന്ന് പ്രാർത്ഥിച്ചാലൊന്നും മാറുന്ന സ്ട്രഗിളല്ല ദൈവമക്കളെ. ദൈവമക്കൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പട്ടണത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സ്ഥിതി മാറും. മനസ്സിലാക്കിയൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇരുട്ടിനെ തടയുന്നതാണ് ദൈവസഭ. നിങ്ങൾ ഭൂമിയിൽ അനുവദിക്കുന്നത് സ്വർഗത്തിൽ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത്, നിങ്ങൾ എന്ത് ഇവിടെ അനുവദിച്ചാൽ അത് നടക്കും. നിങ്ങൾ ചില കാര്യങ്ങൾ
ദൈവസഭയോട് പറയുകയാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ അനുവദിക്കാതിരുന്നാൽ അത് നടക്കത്തില്ല. ഇവിടെ നമ്മൾ ചിലതൊക്കെ ഇവിടെ നടക്കുന്നത് കാണുമ്പോൾ നമ്മളതിനെ തടയുന്നുണ്ടോ ദൈവമക്കളെ? കൊലപാതകമോ, അക്രമമോ, റേപ്പോ, സ്ത്രീകളെ പീഡിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ അഴിമതികളോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കെന്താണെന്ന് ഇരുന്നുകൊണ്ട് ചിന്തിച്ചിരിക്കാനല്ല ദൈവസഭയെ കണ്ടേക്കുന്നത്. അതിനെതിരെ പ്രാർത്ഥിക്കാൻ ദൈവസഭയെ ദൈവം കണ്ടേക്കുകയാണ്. അതിനെതിരെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം അനേകരെ തിന്ന് കാർന്ന് കളയുന്നത്. മനസ്സിലായൊരു സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയോ അതെല്ലാം നടക്കും എപ്പോഴെന്നറിയാമോ? ഈ ദൈവഹിതം ദൈവസഭ ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ആഭിചാരകന്മാരും മന്ത്രവാദികളുമല്ല ഇവിടുത്തെ ബിസിനസ് നിയന്ത്രിക്കേണ്ടത്, ദൈവത്തിൻ്റെ മക്കളായിരിക്കണം. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. ഒരു സൈഡിൽ ലക്ഷങ്ങളുണ്ടെന്ന് വിചാരിച്ചോ, ഒരു സൈഡിൽ ആയിരങ്ങളെ ഉള്ളെന്ന് വിചാരിച്ചോ. പക്ഷെ നിൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ, അപ്പുറത്ത് 10 കോടി ആൾക്കാരുണ്ടെങ്കിലും ഇവിടെ നീയും ദൈവം ഉണ്ടെങ്കിൽ ജയിച്ചു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവമക്കളെ, പലതും നമ്മുടെ പട്ടണത്തിൽ വന്ന് ഇൻവേഡ് ചെയ്യുന്നത് ദൈവസഭ അനുവദിച്ചതുകൊണ്ടാണ്. എന്നാൽ ദൈവസഭ എഴുന്നേറ്റിട്ട് പറയണം, എൻ്റെ പട്ടണത്തിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ ആമേൻ പറയാൻ പോലും ആരുമില്ല. അത് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇല്ലേ കൊണ്ടുപോകും വസ്തു മറ്റേതൊക്കെ ഓരോരുത്തർ അടിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കില്ലെന്ന്. എടാ, നിന്റെ വസ്തു വിൽക്കാനല്ല, നീ മേടിക്കാനുള്ളവനാണ്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നീ വസ്തു മേടിക്കാനുള്ളവരാണ്. എടാ, കർത്താവ് വരുമ്പം നമ്മൾ പോവും, പക്ഷെ അതുവരെ ജീവിക്കാൻ വസ്തു വേണ്ടേ? ആമേൻ. ഹല്ലേലൂയ. നിന്റെ ബിസിനസ് കെട്ടിപ്പോവാനല്ല, നീ ബിസിനസ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. നീ ലോൺ മേടിക്കാനല്ല, നീ വായ്പ കൊടുക്കുന്നവനാക്കി തീർക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നീ കൊടുക്കുന്നവനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലക്ഷങ്ങൾ കൊടുക്കുന്നവനാക്കി തീർക്കട്ടെ. കോടികൾ കൊടുക്കാതൊക്കെ അവിടെ ദൈവം നിങ്ങളെ സമൃദ്ധരാക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അനുവദിച്ചു കൊടുക്കല്ലേ. നമുക്ക് സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ സൈലൻ്റായിട്ട് വന്ന് കൊണ്ടുപോകും. സൈലൻ്റ് ആവൽ ദൈവസഭ വോക്കലായിരിക്കണം. വാ തുറന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ദൈവസഭ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസഭ ഉറങ്ങിയാൽ ഇപ്പം അവരുടെ യുദ്ധം എൻ്റെ എന്താ പ്രശ്നം ചിന്തിക്കില്ല. കഴിഞ്ഞ ദിവസം ശാരീരികമായൊരു ബലഹീനത വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വൈറൽ ഫീവറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ. കാരണം ദൈവത്തിനറിയാം, നീ ദീനമായി കിടന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി കാണത്തില്ല. ഈ സമയത്ത് മറ്റുള്ളവരുടെ പ്രാർത്ഥന നിനക്ക് വേണം. മനസ്സിലായിരുന്നു? സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലേ, ഒരു ശാരീരികമായ ക്ഷീണം സംഭവിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ആത്മീയ യുദ്ധവും ചെയ്യാനോ ഒന്നുമുള്ള ശക്തി കാണത്തില്ല. എന്നാൽ 10 പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബലം കിട്ടും. അന്യോന്യം പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുന്നതാണ് ദൈവസഭ. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ബിസിനസ്സിന് പ്രയാസമുണ്ടോ? നിങ്ങളുടെ സെൽ ഗ്രൂപ്പിലെ ലീഡർമാരോട് പറ. സ്തോത്രം. അതിന് സെല്ലിൽ കണക്ട് ചെയ്തിട്ട് വേണ്ടേ? കുറേ പേര്, കുറച്ച് പേരൊക്കെ ഉള്ളൂ സെൽ ഗ്രൂപ്പിനകത്ത്, അല്ലേ? അങ്ങനല്ല,
പട്ടണത്തിൽ നമുക്ക് 30ഓളം സെൽ ഗ്രൂപ്പുകളുണ്ട്, പോരാ 70 സെൽ ഗ്രൂപ്പിനുള്ള ആൾക്കാരുണ്ട്. സ്തോത്രം. നിങ്ങളുടെ സെൽ ഗ്രൂപ്പിൽ പോകുമ്പോൾ പറയണം, നിങ്ങളുടെ ലീഡറിൻ്റെ അടുത്ത് പറയണം, എനിക്ക് എൻ്റെ ബിസിനസ്സിന് പ്രയാസമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു 10 കുടുംബങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കത്തില്ലേ? പ്രാർത്ഥിക്കുകയോ ഇല്ലയോ? ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥിക്കുകയോ ഇല്ലയോ? പ്രാർത്ഥിക്കുമ്പോൾ 10 പേര് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിച്ചിരിക്കും. നീ ഒറ്റയ്ക്ക് ഈ മേശ പൊക്കുന്നതാണോ 10 പേരെ കൊണ്ട് പൊക്കുന്നതാണോ എളുപ്പം? ഒന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പലരും കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത്, പരിജ്ഞാനമില്ലായെങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകും. പരിജ്ഞാനം വേണം ദൈവസഭയ്ക്ക്. ഒന്ന് സ്വതന്ത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. നിനക്ക് ഒറ്റയ്ക്ക് തുഴയാൻ പറ്റത്തില്ല, കൂടെ തുഴയാൻ ആൾക്കാരെ ദൈവം തന്നിട്ടുണ്ട്. ഒരുമിച്ച് നിന്നാൽ നീ ജയിക്കും. ഹല്ലേലൂയ. സൈറ്റനിക് ഭയങ്കര യൂണിറ്റിയാണ്. സൈറ്റനിക് യൂണിറ്റിക്ക് എന്തും ചെയ്യാൻ പറ്റും. ബാബേൽ പണിതോ? അവർ ആകാശത്തോളം പണിയാൻ അവർക്ക് ദൈവം ഇറങ്ങി വന്നില്ലായിരുന്നു, പണിതന്നെ അങ്ങോട്ട്. അതല്ലേ പറഞ്ഞേ? ബൈബിൾ വായിക്കുന്നില്ലേ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലല്ലേ? 11-ാം അധ്യായത്തിലാണ് ദൈവം പറഞ്ഞു, എടാ മനുഷ്യൻ വിചാരിച്ചാൽ അവന് എന്തും ചെയ്യാൻ പറ്റും. അതൊരു സൈറ്റനിക് യൂണിറ്റി ആയിരുന്നു. അവർ പറഞ്ഞു, നാം വരുവീൻ, നാം സ്വർഗ്ഗം എത്തുന്നിടം വരെ ഒരു ഗോപുരം നമുക്ക് പണിയാം. മനുഷ്യൻ്റെ എഫേർട്ടാണ്, മനുഷ്യൻ്റെ പണിയാണ്. അവരൊരുമിച്ച് മനുഷ്യരെല്ലാം കൂടി ചേർത്ത് വായിച്ചതിന്റെ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിച്ചു. നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയുമൊന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ആകയില്ല. ദൈവം. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കി കളകാൻ ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, സൈറ്റനിക് യൂണിറ്റി ഉണ്ട്. മനസ്സിലാക്കണം. സാത്താൻ ആ വിഷയത്തിൽ യുണൈറ്റഡ് ആണ്. ദൈവവൈതലിനെ തകർക്കുക എന്നുള്ള വിഷയത്തിൽ അവർ യുണൈറ്റഡ് ആണ്. ദൈവമക്കൾ 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നാൽ കർത്താവ് ഉണ്ട്, അവിടെ ഇറങ്ങി വരും. ഒരുമിച്ച് ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് മറുപടി തരും. ഹല്ലേലൂയ. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ചില വിഷയങ്ങൾ നിന്റെ കുടുംബത്തിൽ കയറാൻ പോലും സമ്മതിക്കത്തില്ല. മനസ്സിലായൊരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലായിടത്തും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലേ, ഓൾട്ടറിൻ്റെ കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ. യാഗവീടമൊക്കെ പണിത് എല്ലായിടത്തും യാഗവീടത്തിലൊക്കെ തീയൊക്കെ കത്തുന്നുണ്ടോ? ഒരു ആമീനൊക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലായിടത്തും യാഗവീടമൊക്കെ പണിത് പുതുക്കി പണിത് എല്ലാവരും ആരാധിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കരങ്ങളൊക്കെ അടിച്ച് കത്താനും സ്തോത്രം ചെയ്തോ. ഇല്ലാത്തവർ ഇന്നുകൂടെ റിമൈൻഡറായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. യാഗവീടത്തിൽ തീയെ കത്തി അങ്ങോട്ട് പ്രാർത്ഥിച്ചോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് അയക്കാൻ പറഞ്ഞു. എനിക്ക് ഒരു കുടുംബം വീഡിയോ അയച്ചു വന്നു കേട്ടോ. അതൊരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ വീഡിയോ അയച്ചു ചെയ്തത്. ഞാൻ ആ കുടുംബത്തെ എന്നും സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെയാ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. അങ്ങനെ കുടുംബമായിട്ടൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ പാസ്റ്റർ, എൻ്റെ വീട്ടിൽ ആരുമില്ല. ഒറ്റയ്ക്ക് ഉണയ്ക്കും എല്ലാം കൂടെ വരും അങ്ങോട്ട് യേശുവിനകത്ത്. ഞാനിന്ന് ആദ്യമേ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ, എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ഇറങ്ങി. എത്ര പേരാ ഇന്ന് കുടുംബം മുഴുവൻ കർത്താവിലേക്ക് വന്നെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്തരാണ്, ദൈവം അത് ചെയ്തിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവസഭയെ ഈ ദേശങ്ങളിൽ ദൈവം സ്ഥാപിച്ചേക്കുന്നത്.
ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പർപ്പസ് എന്താണെന്നറിയോ ദൈവമക്കളെ? നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അയ്യോ പാസ്റ്ററെ ചർച്ചിൽ വരിക, ഇനി കൊച്ചിനൊരു കല്യാണം, അല്ലെങ്കിൽ എൻ്റെ മോനെ കെട്ടിക്കണം, പിന്നെ ഒരു വീട് വെക്കണം, പിന്നെ ഗൾഫിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള വഴി തുറക്കണം, ഇളയ മോനെ പഠിക്കാൻ ഒരു കാനഡ വിസ കിട്ടണം, അല്ലെങ്കിൽ അങ്ങ് ജീവിക്കണ ഒരു വീടോടെ വെക്കണം. സ്തോത്രം. പിന്നെ റിട്ടയർ ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കണം. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം? അയ്യോ അല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം നീ ആത്മാക്കളെ നേടണം. സേവ് സോൾസ്. നിൻ്റെ ജീവിതം കൊണ്ട് നിൻ്റെ കൂട്ടുകാരും വീട്ടുകാരും സ്നേഹിതരും എല്ലാം രക്ഷിക്കപ്പെടണം. അതാണ് ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അവരെ സ്വാധീനിക്കാൻ പറ്റണം. ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ കർത്താവിലേക്ക് വന്നിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ വൈറ്റിലയിൽ ആ സ്ഥലം മേടിച്ച്, നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വൈറ്റിലയിൽ നമുക്ക് ഒരു സ്ഥലം ദൈവം നൽകിയല്ലോ, 51 സെൻറ്റ് സ്ഥലം. അതിൻ്റെ ആ സ്ഥലം മേടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ ചെന്നപ്പോഴാണ്, പാസ്റ്റർമാർ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് എൻ്റെ കൂടെ, എൻ്റെ അയൽവാസി ആലുവായിൽ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ സ്നേഹിതൻ, അവരുടെ പ്രോപ്പർട്ടിയായിരുന്നു ആ സ്ഥലം. ഇവിടുത്തെ പഴയ എറണാകുളത്തെ പഴയ ഹിന്ദു ഫാമിലീസാണ്. രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഉള്ള കിട്ടിയ പ്രോപ്പർട്ടിയാണത്. ആ പ്രോപ്പർട്ടി സ്നേഹിതരായിരുന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പോൾ അവർക്ക് അയ്യോ എടാ നിങ്ങൾക്ക് വേണ്ടിയാണോടാ, നിങ്ങളുടെ പള്ളിക്ക് വേണ്ടിയാണോ? ഒന്നുമില്ല, പിന്നെ നമ്മൾ പറയുന്ന പോലെ ചെയ്തു തന്നെ. സ്തോത്രം. സ്വാധീനം. ദൈവം നിന്നെ ഉപയോഗിക്കും അതിനു വേണ്ടി. ഇപ്പോൾ ഒരാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവരുടെ ഒരാവശ്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, 10 വർഷമായി പ്രോപ്പർട്ടി മേടിച്ച ശേഷം. ഒരാവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ അവർ ഒപ്പിടാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു. എവിടെ വരണം എന്നാണ് ചോദിക്കുന്നത്. ആമേൻ. അത്ര സ്നേഹമാണ്. ഇതാ ഇന്നും ഹിന്ദു ഫാമിലീസ് ആണെങ്കിലും ആ ദൈവസ്നേഹം. ആമേൻ. ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. നമ്മൾ അവരെ സ്വാധീനിക്കണം. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സ്വാധീനമാക്കി മാറ്റാൻ പോവുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ എന്ന് പറഞ്ഞ കുറേ പ്രോഗ്രാം നടത്താൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും കഴിവുകളെ വികസിപ്പിക്കാനുള്ള ഒരു സ്ഥലമാണോ സഭ? എന്നാൽ കഴിവുകളൊക്കെ വികസിക്കും അല്ലേ? പാടാത്തവർ പാടും അല്ലേ? ചെറിയ പാട്ടുള്ളവർ നല്ല രീതിയിൽ പാട്ട്. ഓരോ പിള്ളേരൊക്കെ ഇവിടെ വന്ന് ഇന്ന് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട മ്യൂസീഷ്യൻസാണ് നമ്മുടെ നടുവിലുള്ളത്. ഹല്ലേലൂയ അല്ലേ? ചെറുതായിട്ട് പാടാൻ തുടങ്ങി. ദൈവം അവരെ ഈ ചർച്ചിൻ്റെ അകത്തൂടെ അനേക ചെറുപ്പക്കാരെ വളർത്താൻ ദൈവം സഹായിച്ചു. പക്ഷേ ചർച്ച് ആൾക്കാരുടെ ടാലൻറ്റുകളെ വളർത്താനുള്ള ഒരു പ്രസ്ഥാനമാണോ? അതല്ല, അതിനകത്ത് നടക്കുന്ന കാര്യമാണ്. ആമേൻ. ചർച്ച് ആത്മാക്കളെ രക്ഷിക്കാനുള്ളതാണ്. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഞാൻ ചർച്ചിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിൽ കൈമാറുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ പട്ടണത്തെ യേശുവിനായി സ്വാധീനിക്കാൻ, ആത്മാക്കളെ നേടുവാൻ, ഹല്ലേലൂയ, പാപത്തിൽ നിന്ന് മനുഷ്യരെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ജീവനുള്ള സഭയാണ് ഈ സഭ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അത് ചെയ്യുന്ന എളുപ്പമുള്ള കാര്യമാണോ? ഹല്ലേലൂയ. ദൈവസഭയിൽ കൂടെ ഇരുട്ടിൻ്റെ ശക്തികൾ ചലഞ്ച് ചെയ്യപ്പെടണം. ആമേൻ. ഇവിടെ അഴിമതികളും അങ്ങനത്തെ വിഷയങ്ങളുമെല്ലാം ഈ പട്ടണത്തിൽ കൂടുകയല്ല, കുറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. കുറയണമെന്ന് പറയണം. ഇല്ലാതാവണം. അറ്റ്ലീസ്റ്റ് കുറഞ്ഞു തുടങ്ങണം. ആമേൻ. കുറഞ്ഞു തുടങ്ങിയിട്ട് അത് ഇല്ലാതാവണം. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, സാത്താൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങൾ റെഡി. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ എത്ര പേർ റെഡി? ഇപ്പം ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ പട്ടണങ്ങളിൽ
ഇന്ത്യയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്? അതോ യേശുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ കുഴപ്പമാണോ? എൻ്റെ ചോദ്യമാണ്. ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരിൽ കൂടെ ചെയ്യത്തുള്ളൂ? മനുഷ്യരിൽ കൂടെ അല്ലേ ചെയ്യത്തുള്ളൂ? ഇന്നിപ്പോൾ ഇവിടെ പ്രീച്ചാണ്, സൺഡേ സർവീസ് യേശുവാണോ എന്ന് പ്രസംഗിക്കാൻ പോകുന്നത്? യേശു ഇവിടെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർ ആരെങ്കിലും ദൈവദാസന്മാരിൽ കൂടെ ആ ദൈവത്തിൻ്റെ വചനം അവരുടെ നാവിൽ കൂടെ കർത്താവാണ് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് സംസാരിക്കുന്നത്. സ്തോത്രം. ഇവിടെ സമർപ്പിക്കപ്പെട്ട മനുഷ്യരിൽ കൂടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്നെ വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും. ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിന് ഇപ്പം പൈസ എടുക്കണം, ദൈവം സ്വർഗത്തിൽ നിന്ന് ഇട്ട് തരുവാണോ? അതോ ദൈവത്തിൻ്റെ മനുഷ്യരിൽ കൂടെയാണോ ഓരോ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത്? ശരിയാണോ ഇല്ലയോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഈ സാത്താൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാത്താൻ ആൾക്കാരെ വേണം, സാത്താൻ്റെ ഏജന്റുമാർ ഇഷ്ടം പോലുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തിക്കാൻ ഏജൻസ് ഓഫ് ചേഞ്ച്, മാറ്റത്തിൻ്റെ അപ്പോസ്തലന്മാർ, മാറ്റത്തിൻ്റെ ഏജന്റുമാരായിട്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, ഭൂമിയിൽ, രാജ്യങ്ങളിൽ പല വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാകാത്തത്, എൻ്റെ ചോദ്യം, ദൈവത്തിൻ്റെ കുഴപ്പമാണോ അതോ ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണോ? ഒന്ന് പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലും ഒന്ന് വരച്ച രണ്ടുമല്ലെന്ന് പറയല്ലേ? ആമേൻ. അപ്പം നമ്മൾ എത്ര ചെയ്താൽ മതി? നമ്മുടെ മേലെ ആ ദൗത്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് തുടങ്ങിയാൽ മതി, ദൈവം ചെയ്യും. സ്തോത്രം ചെയ്യാം നമുക്ക്. ഹല്ലേലൂയ. നമ്മൾ ചെയ്താൽ മതി, നമ്മളെ തുടങ്ങിയാൽ മതി. കർത്താവിൻ്റെ ഭൂമിയിൽ 2 പേർ ഐക്യമെത്തിപ്പെട്ട, പിന്നെ പറഞ്ഞു 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. അബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞു 10 പേർ. അബ്രഹാം അവിടെ ഇൻ്റർസീഡ് ചെയ്തതുകൊണ്ട്, അബ്രഹാം ഒരാൾ അവിടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു ലോത്തും കുടുംബവും രക്ഷ പ്രാപിച്ചോ ഇല്ലയോ? രക്ഷ പ്രാപിച്ചോ ഇല്ലയോ? ഒരു വ്യക്തി ഇടിവിൽ നിന്നുകൊണ്ടല്ലേ അബ്രഹാം ലോത്തിന് വേണ്ടി ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ ലോത്തും കുടുംബം രക്ഷ പ്രാപിക്കുമോ? ഹല്ലേലൂയ. ലോത്ത് വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത്. സ്തോത്രം. നീതിമാനാ, പക്ഷെ വലഞ്ഞു പോയെങ്കിലും ഇങ്ങനെ വലഞ്ഞു പോയ നീതിമാന്മാരുടെ കൂട്ടമല്ല സഭ. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ട് അബ്രഹാമിനെ പോലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി, ആമേൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ സഭ. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ട് ഹല്ലേലൂയ. അപ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ ഈ സമൂഹത്തെ സ്വാധീനിച്ച് സാത്താൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി സമൂഹത്തെ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയെ ഈ സമൂഹത്തിൽ വച്ചേക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയിൽ കൂടെ നീതിയും സമാധാനവും സത്യവും ഒഴുകണം, സൗഖ്യം ഒഴുകണം, സമാധാനം ഒഴുകണം. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 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 ആമേൻ. അപ്പോൾ ഈ പൈശാചിക ശക്തികളോടൊക്കെ പൊരുതണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ പട്ടണത്തിലൊക്കെ വാഴുന്ന ഓരോ ശക്തികളെന്ന് പറഞ്ഞാൽ അക്രമത്തിൻ്റെയും അല്ലേ, മ്ലേച്ഛതയുടെ ശക്തികൾ, അഴിമതി, അരാജകത്വം, മ്ലേച്ഛത, സെക്ഷുവൽ മ്ലേച്ഛതകൾ നമ്മുടെ പട്ടണത്തിൽ, ആസക്തികൾ അല്ലേ, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ആസക്തി, മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്ത് കാട്ടിക്കൂട്ടുന്നതിൻ്റെ ലഹരിക്കകത്ത്. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? ചതി, വഞ്ചന, വൈരാഗ്യം, ഇതൊക്കെ ഈ പട്ടണത്തിലുള്ള കാര്യമാണോ?
ഞാനൊരു കാര്യം പറ്റി ഇതിൻ്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോണം, കേട്ടെ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഇതെല്ലാം ശാന്തമാണല്ലോ അല്ലേ? നിങ്ങളുടെ ശ്രദ്ധ മാറല്ലേ, ശ്രദ്ധിക്കണം. ഈ ശക്തികളോടാണ് ഒരു ദൈവസഭയ്ക്ക് ഫൈറ്റുള്ളത്, പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മോക്ഷകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മ സേനകളോടും. ആമേൻ. ഈ ശക്തികളോട് പോരാടണമെങ്കിൽ ഒന്ന്, ആദ്യം നമ്മുടെ അകത്ത് ഇൻറ്റേർണൽ വാർഫെയർ ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. മനസ്സിലായോ? നമ്മുടെ അകത്ത് യുദ്ധങ്ങൾ നടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്താണ്? എൻ്റെ അകത്ത് ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു പകയോ പിണക്കോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ പിന്നെ കയ്പോ ഇങ്ങനെ വിഷയം ദൈവമക്കളുടെ അകത്തുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള ഈ സ്പിരിറ്റിനോട് എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? ചോദ്യം ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ഇന്റേണൽ വാർഫെയർ ഉണ്ട്. നിങ്ങളുടെ അകത്ത് പോരാടുന്ന ഭോഗേച്ഛകൾ, അകത്ത് പോരാടുന്ന പക, കയ്പ്, വെറുപ്പ്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, പ്രൈഡ്, ഉന്നതഭാവം, നിഗളഹൃദയം, അനുസരണക്കേടിൻ്റെ ആത്മാവ്, മത്സരഹൃദയം, ദൈവത്തോട്, കുടുംബത്തിലുള്ളവരോടോ, മനുഷ്യരോടോ, കൂട്ടുകാരോടോ, അല്ലെങ്കിൽ സഭാവിശ്വാസികളോടോ, ആരോടായിട്ട് കിട്ടെ, ഈ വിഷയം ഒരാളുടെ അകത്തുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നേരെ നിവർന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുമോ ഇല്ലയോ എന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. പ്രാർത്ഥിച്ചിട്ട് വേണ്ടേ ആത്മീയ യുദ്ധം ചെയ്യാൻ? ഇന്ന് ദൈവസഭകൾ ഓരോരുത്തരും തോറ്റ് തുന്നം പാടിയിരിക്കുക ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് പട്ടണത്തിൽ മ്ലേച്ഛതയുടെയും അശുദ്ധാത്മാക്കളുടെയും ശക്തികൾ പട്ടണത്തിൽ നിറഞ്ഞഴിഞ്ഞാടുന്നത്. ദൈവസഭ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്ക് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതഭാവം, നിഗളഹൃദയം, എല്ലാം അറിയാമെന്നുള്ള ചിന്ത. അയ്യോ, ബൈബിൾ കൂടുതൽ പഠിക്കും തോറും എനിക്ക് ഒന്നും അറിയത്തില്ല എന്നാണ് പറയേണ്ടത്. യെശയ്യാ പ്രവാചകൻ 5 അധ്യായം പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ 6-ാം അധ്യായത്തിൽ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട. പഠിക്കും തോറും കൂടുതൽ താഴോട്ട് മുട്ടയിരിക്കത്തേ ഉള്ളൂ. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നത്, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച പരീശന്മാരിൽ പരീശൻ. എത്ര ഡിഗ്രി ഉണ്ടായിരുന്നു? 2 സിറ്റിസൺഷിപ്പ്, ഇന്നത്തെ ഡബിൾ പൗരത്വം, ഇരട്ട പൗരത്വം അന്നുണ്ട്. റോമൻ സിറ്റിസനും ഇസ്രായേലും. തൻ്റെ അച്ചീവ്മെൻസിനെ കുറിച്ച് ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ലാഭമായിരുന്നതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി, ഛേദമെന്നെണ്ണിയിട്ട്, എന്നിട്ട് പറയുകയാണ്, എനിക്ക് അവനെ അറിയണം. എഴുതിയേക്കാണ്, എനിക്ക് അവനെ, യേശുവിനെ. ഈ ലേഖനം എഴുതുമ്പം ഫിലിപ്പ് ലേഖനത്തിൻ്റെ അകത്തോട് എഴുതുവാണ്, എനിക്ക് അവനെ ഒന്ന് അറിയണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ എനിക്കറിയണം. വല്ല വിധേനയും മരിച്ചവിടെ ഇടുന്ന പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന് വായിച്ചാട്ടെ, 3-ാം അധ്യായം, ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ ഒന്ന് ചേർത്തൊന്ന് വായിച്ച് ഇത് കൂട്ടത്തിൽ നിന്ന് വായിച്ചു വിടാം. ദൈവത്തിൽ ഛേദമെന്നുണ്ടെന്നോ അവിടെ പോലും താഴോട്ടങ്ങ് വായിച്ചു. വേഗം വായിക്കും. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അതിൻ്റെ ശ്രേഷ്ഠത കണ്ടപ്പോൾ ബാക്കിയെല്ലാം, എൻ്റെ കുടുംബപ്പേരും ഞാൻ വലിയ വീട്ടിലെ ആണെന്നും പകലോ മറ്റത്തെ ആണെങ്കിലും അതൊന്നുമല്ല. ഈ കർത്താവിന് മുമ്പിൽ ഒരു പകലോ മറ്റോ ഇല്ല, കുരിശുമൂടും ഇല്ല, പോളച്ചിറക്കലും ഇല്ല, ഒരു വീട്ടുപേരും ഇല്ല, ഒന്നുമില്ല. അതെല്ലാം ചപ്പും ചവറുമാണെന്ന് എണ്ണണം. നമ്മുടെ ഐഡൻറ്റിറ്റി യേശു ക്രിസ്തുവിലായിരിക്കണം.
കർത്താവിൽ നാം എല്ലാം ഒന്നാണ്. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ജാർഖണ്ഡിലുള്ള സഹോദരനും സ്തോത്രം, തിരുവല്ല കുമ്പനാട്ട് പിറന്ന സഹോദരനും എല്ലാം കർത്താവിൽ ഒന്നാണ്. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിസ്തുവിൽ, യേശുവിൽ അല്ലാതെ, ക്രൂസിലല്ലാതെ പ്രശംസിക്കാൻ എനിക്കൊന്നും ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ക്രൂസിൽ കറുത്ത ചോരയെന്നില്ല, വെളുത്ത ചോരയെന്നില്ല, മഞ്ഞ ചോരയില്ല, എല്ലാം ചോരയാണ്. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നിറവും ഭാഷയും വർണ്ണവും ഒന്നുമില്ല, ക്രിസ്തുവിൽ എല്ലാം ഒന്ന്. സ്തോത്രം ചെയ്താട്ടെ. ആദ്യം താഴോട്ട് വായിച്ചു തന്നിട്ട്, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴുമെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, വിശ്വാസത്താൽ എനിക്ക് ലഭിച്ച നീതി. ആമേൻ. ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും വസിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്നെണ്ണുന്നു. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അനുഭവിക്കണമെന്ന്, ശരിക്കും ഒന്ന് കർത്താവിലേക്ക് വന്ന ഒരു വ്യക്തികളുടെ ദൈവമക്കൾ ശരിക്കും കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ ഈ കൂട്ടായ്മയും കൂടെ അതിനകത്തൊരു പാർട്ടാണെന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരോടും എന്നോട് യോജിക്കത്തില്ല, എനിക്കറിയാം. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്നും വേണ്ട പാസ്റ്ററേ, അങ്ങ് ജീവിച്ചങ്ങ് പോയാൽ മതി ഒരു സൈഡിൽ കൂടെ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. തികഞ്ഞവനായി എന്നോ അല്ല, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഈ ലേഖനം എഴുതുന്ന ആള് പറയുക, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഹ്യൂമിലിറ്റി വന്നപ്പോൾ ഞാൻ എടുത്ത വാക്യം, എന്തേലുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് വലിയ കിട്ടിയതൊന്നും പറയല്ലേ. വലിയ 10 കൃപാവരം കിട്ടി, ഞാൻ പ്രാർത്ഥിച്ച ഇപ്പം ഭൂതം ഇളകുക, രോഗി സൗഖ്യമായിട്ടും. ആ കർത്താവ് തന്ന ഗിഫ്റ്റാണ്. സ്തോത്രം. നിന്റെ സ്വന്തമല്ല പുകഴാൻ. ഹല്ലേലൂയ. ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടൈറ്റിൽ മാറി, എല്ലാം മാറുന്നത്. അതൊക്കെ വീട്ടൊക്കെ പോയി. ആ ഗ്രൂപ്പൊന്നും അല്ല എക്സോഡസ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഗിഫ്റ്റ് കിട്ടും തോറും നീ മുട്ട ഇരുന്നോണം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ചിലർ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ കർത്താവ് അവരുടെ പുറകെയാണ്, ഇവരാണ് ലീഡർ എന്ന് ചിന്തിച്ചത്. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. കർത്താവ് അവരുടെ പുറകെയാണ്, അവരാണ് പോകുന്നത്. കർത്താവ് ഇവരുടെ പുറകെയാണ്. ക്രിസ്ത്യാനിറ്റിയെ അവർ മാത്രം വളരുന്നു. എൻ്റെ പൊന്നുമക്കളെ, ബൈബിൾ ശരിക്കും വായിക്കൂ. കർത്താവിനെ അറിയും തോറും കരച്ചിലും കൂടിക്കോണം, താഴ്മയിൽ ജീവിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണിക്കോണം. ഹല്ലേലൂയ. തികഞ്ഞവനായെന്ന് അകത്തൊരിക്കലും കയറരുത്. പിടിക്കാമോ എന്ന് വെച്ച് ഓടുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വായിച്ചോ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പട്ടണങ്ങളിൽ ദേശങ്ങളിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇന്റേണൽ സ്ട്രഗിൾസിൽ ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ആരെങ്കിലുമൊക്കെ ഒന്ന്
കുറ്റം പറഞ്ഞിട്ട്, സന്നിഹിതരല്ലാത്ത ഒരാളെക്കുറിച്ച് അഭിപ്രായങ്ങളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ സമ്മതിച്ചു തന്നു. അങ്ങനെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര ആ പ്രാർത്ഥന മുകളിലോട്ട് പോകത്തില്ല കേട്ടോ, 100%, 100% പോകത്തില്ല. തെളിവെന്താ? ബൈബിൾ ഇഷ്ടം പോലെ പറയുക, ഇഷ്ടം പോലെ വാക്യങ്ങളുണ്ട്. ആരെല്ലാം കുറിച്ച് ഒരു കുറ്റം പറഞ്ഞിട്ട് സന്നിഹിതരല്ലാത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരുടെ വീട്ടിൽ ഇരുന്ന് ഓരോന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ദീപയും കൊണ്ടിരുന്ന് ഞങ്ങളെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. ഞാനും ദീപയുടെ വീട്ടിൽ അങ്ങ് തെറ്റ് ഓരോരുത്തരെ കുറിച്ചിട്ട് ഒന്നാലും അവരുടെ ഇതുവരെ അങ്ങനെ പറയാൻ ദൈവകൃപയാൽ ഇടയായിട്ടില്ല, പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുന്ന. സ്തോത്രം, ഹല്ലേലൂയ. അവരങ്ങനെ അവരാരും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? എടാ ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അവർ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കൺഫ്യൂസ്ഡാണ്. ഇവൻ 2 മിനിറ്റല്ലേ അവർ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ശരിയാവുന്നത്? ഇത് ശരിയാകത്തില്ല. കർത്താവ് നമുക്ക് ചിരിക്കും. കർത്താവ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിരിയായിരിക്കും അവിടെ. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സന്നിഹിതരല്ലാത്ത ഒരാളെക്കുറിച്ച് കുറ്റം, അത് നമ്പർ 1 റൂളായിരിക്കണം ദൈവസഭയ്ക്കകത്ത്. സ്തോത്രമൊക്കെ ചെയ്താട്ടെ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതെന്താ നാവിൻ്റെ കെട്ടഴിയും അത് പറയുമ്പോൾ തന്നെ. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. പ്രാർത്ഥനയ്ക്ക് മൂർച്ചയുണ്ടാവുമെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അധികം പറയുന്നു വേണ്ട, ദൈവം കേൾക്കും. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയും വിലയിരുത്താൻ ദൈവസഭയിൽ ആരെയും അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ട്. എന്നാൽ കുറേ പേരായിട്ട് ഇരുത്തിയേക്കുക, കുറേ പേരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആരും ദൈവം അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾക്കിപ്പോൾ ഒരാൾ ഒരു നല്ല വഴി പോകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാനാണ് ദൈവം നിങ്ങളെ കണ്ടേക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ മെച്ചൂറാണെങ്കിൽ ഒരു സഹോദരനെ വിളിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ അടുത്ത് പോയി സ്നേഹത്തിൽ പറയണം, എൻ്റെ ബ്രദർ ഈ വഴികളെയൊക്കെ വിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ബൈബിൾ പറയുന്നു, വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കുറ്റം പറച്ചിലും ഗോസിപ്പും കള്ളവും ഇതെല്ലാം പറഞ്ഞിട്ട് ആത്മയുദ്ധം പോയിട്ട് സ്വന്തം യുദ്ധം പോലും ജയിക്കാൻ കഴിയത്തില്ലല്ലോ. ഹല്ലേലൂയ. ഇവിടെ ഇന്റേണൽ വാർഫെയർ ജയിച്ചിട്ട് വേണം എക്സ്റ്റേണൽ വാർഫെയറിലോട്ട് പോകാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പട്ടണത്തിലെ ശക്തികളും വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ സ്പിരിച്വൽ ഫോഴ്സസിനെതിരെ ദൈവസഭ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്ത് നീ ജയിക്കണം ഫസ്റ്റ്. സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ബാക്കിലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ക്ഷമിക്കാൻ കഴിയത്തില്ലെങ്കിൽ എങ്ങനെ ഒരു ആത്മാക്കളെ നേടാൻ പറ്റും? നമ്മൾ ഒരാൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുമോ? എനിക്കിപ്പോൾ ഒരാളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ഭാര്യയോടോ ഭർത്താവിനോടോ വഴക്കിട്ടിട്ടെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ബൈബിളിൽ പറഞ്ഞ എന്തുവാ? 1 പത്രോസ് 3 എടുക്കണ്ട അല്ലേ? പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടു കൂടെ ഭാര്യമാരോട് വായിച്ചേ 1 പത്രോസ് 3 7 വാക്യം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച്. വിവേകമില്ലാതെ ഭാര്യമാരോട് കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നാണ്. Dwell with your wives in an understanding manner. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സ്ത്രീകൾ ബലഹീന പാത്രമാണ്, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. വായിച്ചേ. വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത്
അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ബഹുമാനം കൊടുപ്പീൻ. ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക്, മലയാളികൾ ഭർത്താക്കന്മാര് ഭാര്യയെ ബഹുമാനിക്കണോ പാസ്റ്ററെ? എൻ്റെ പൊന്നെ, ഇത് എന്നാ ഉപദേശമാണ്. സ്വതന്ത്രമൊക്കെ ചെയ്താട്ടെ. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അർത്ഥം? ബഹുമാനിക്കുക. സ്തോത്രം. അതിൻ്റെ ഇനി ഗ്രീക്ക് റൂട്ട് വശം എന്താണെന്ന് ഞാൻ പറയാം. റൂട്ട് ബഹുമാനിക്കുന്നതിൻ്റെ റൂട്ട് മൂലഭാഷ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക. സ്വതന്ത്രം മനസ്സിലായത്? സ്വതന്ത്രം ചെയ്താട്ടെ. ഡ്വെൽ വിത്ത് യുവർ വൈഫ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് മാനർ. കണ്ടോ? ട്രീറ്റ് യുവർ വൈഫ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അർത്ഥമുള്ള വാക്യമല്ലേ. ഒരാളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുപോലും വേണ്ട. ഇപ്പം ദീപ എൻ്റെ അടുത്ത് ഇന്ന കാര്യം ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറയണ്ട. ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്താണ് എൻ്റെ ഭാര്യ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. എൻ്റെ ഭാര്യയെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പറയുക പോലും വേണ്ട. എനിക്ക് ജോലി ഭാരമായിരുന്നു, ഇന്ന് വീട്ടിൽ ആരും സഹായിപ്പാനില്ല എന്നാരും ഇങ്ങോട്ട് പറയാതെ തന്നെ ഞാൻ മനസ്സിലാക്കണം എന്താണ് കടന്നു പോകുന്ന വിഷയങ്ങൾ. അതാണ് പക്വത, അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലായി? സ്വതന്ത്രം ചെയ്താട്ടെ. ഇപ്പോൾ ഭർത്താക്കന്മാർ രാവിലെ ഒരു 8 മണി മുതൽ 9 മണി വരെ പുറത്തായിരിക്കും ജോലി. 100,000 ഫ്രണ്ട്സും 100,000 ജോലിക്കാര്യങ്ങളും. ഉച്ചയ്ക്ക് പുറത്ത് കഴിക്കുന്നു. 100,000 ഭാര്യ വീട്ടിൽ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് വല്ല പിടിയുണ്ടോ ആൾക്കാർക്ക്? നമുക്ക് 9 മണിക്ക് 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഫുഡ് വേണം, അത് വേണം അല്ലേ? മുറി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടോ? ബെഡ്ഷീറ്റ് കറക്റ്റ് ആണോ? എല്ലാം കറക്റ്റാണോ? ഓഫീസർമാരാരാ? ഭർത്താക്കന്മാരാണ് മൊത്തം. വീട്ടിൽ ഓഫീസിലും ഓഫീസറാണ്, വീട്ടിൽ വന്നാലും വീട്ടിൽ ഓഫീസറാവല്ലോ. അത് സ്വോത്രമൊക്കെ ചെയ്താട്ടെ. വീട്ടിൽ ഓഫീസറല്ല, ഹസ്ബൻഡ്. അത് സ്വോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയം കയറി പറഞ്ഞു വരുന്നേ. ആമേൻ. സ്വോത്രം. വീട്ടിൽ ആരെങ്കിലും ഓഫീസർമാരുണ്ടെങ്കിൽ ആ റാങ്ക് മാറ്റി വെച്ചിട്ട് വീട്ടിൽ ഓഫീസറാവരുത്, വീട്ടിൽ ഭർത്താവാകുക. സ്തോത്രം. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിയുമ്പോൾ, അറിഞ്ഞ് കണ്ട് പ്രവർത്തിക്കുമ്പോൾ, പറയാതെ അറിഞ്ഞ് ചെയ്യുമ്പോൾ തമ്മിലുള്ള സ്നേഹം വലുതായിരിക്കും. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവർ സ്വതന്ത്രം ചെയ്താട്ടെ. കുടുംബത്തിലൊക്കെ ഐക്യത വരണ ഇതാണ് എൻ്റെ മർമ്മം. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഒന്ന് സ്വതന്ത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഇൻറ്റേർണൽ വാർഫെയർ കഴിഞ്ഞിട്ട് വേണം എക്സ്റ്റേണൽ വാർഫെയർ ചെയ്യാൻ. ദൈവസഭ ഒരുമിച്ച് വീടിൻ്റെ അകത്തുള്ള വിഷയങ്ങളെ ജയിച്ചിട്ട് പട്ടണത്തിലെ വിഷയങ്ങളെ ജയിക്കാനുള്ളവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. സമൂഹത്തോട് പോരാടുന്ന പൈശാചിക പാപ മ്ലേച്ഛ വിഷയങ്ങളെ ജയിക്കാനാണ്, നിർത്താനാണ് ദൈവസഭയെ കണ്ടേക്കുന്നത്. അതിനെ ഈ പട്ടണത്തിൽ അതിനൊരു വിരാമം കുറിക്കാനാണ് ദൈവസഭ ചെയ്യേണ്ടത്. ഒന്ന് സ്വോത്രമൊക്കെ ചെയ്താട്ടെ. അങ്ങനെ ചെയ്യാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് സമർപ്പണമുള്ളവർ ദയവായിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സഹായിക്കണേ. കർത്താവെ, നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ്, ഈ പട്ടണത്തിൽ മ്ലേച്ഛതകളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ദൈവസഭയെ നിർത്തിയേക്കുന്നത്. അശുദ്ധികളെയും പാപത്തിൻ്റെ പ്രവണതകളെയും സ്വാധീനങ്ങളെയും ഈ പട്ടണത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ തടയാൻ വേണ്ടി, അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ദൈവസഭയെ ഭൂമിയിൽ അവിടുന്ന് വെച്ചേക്കുന്നത്. അടിയങ്ങളെ അങ്ങനെ ചെയ്യാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. അതിൽ പ്രാർത്ഥനയിൽ മല്ല് പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ, യാക്കോബ് മല്ലിട്ട് പ്രാർത്ഥിച്ചതുപോലെ, പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ, യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും പ്രാർത്ഥനയും അഭയാചനയും കഴിച്ചതുപോലെ, കർത്താവെ, ഈ ദിവസങ്ങളിൽ ഈ പട്ടണത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസഭയായി ഞങ്ങളെ ഒരുക്കണമേ. ഇവിടെ നല്ല സ്വാധീനം ചെലുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കരങ്ങളെ ഉയർത്തിയിട്ട് പറയാം, കർത്താവ്, ഈ കരങ്ങളെ കർത്താവെ ഈ പട്ടണത്തെ സ്വാധീനിക്കാൻ ഉപയോഗിക്കണമേ. പാപത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കുന്ന സ്വാധീനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ.
പാപികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ തരണമേ. മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള കരുത്തും അഭിഷേകവും ഞങ്ങളുടെ മേൽ തരണമേ. ഓ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു സ്വാധീനമാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ വെളിച്ചമായി, പട്ടണത്തിൻ്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായി ഞങ്ങൾ പ്രകാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും, എൻ്റെ ബുദ്ധിയും നീ എനിക്കു തന്നതൊക്കെയും സർവ്വതും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹത്തോടെ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു. എൻ്റെ ആയുസ്സും